വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ യൂണിറ്റ് 5 റോബോ ആൻഡ് ഫ്രണ്ട്സ് എന്ന പാഠഭാഗത്തിലെ കഥയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്തേക്കണേ. യൂണിറ്റ് 5 റോബോ ആൻഡ് ഫ്രണ്ട്സ്, റോബോയും കൂട്ടുകാരും. പാഠഭാഗത്തിലേക്ക് കിടക്കാം. ദ സ്കൂൾ റീ ഓപ്പൺ ആഫ്റ്റർ ക്രിസ്മസ്. ക്രിസ്മസ് എക്സാമിനൊക്കെ ശേഷം എന്താണ്, സ്കൂള് തുറന്നു. യൂഷ്വലി ഡാനി ഡസൻ ലൈക്ക് ഗോയിങ് ബാക്ക് ടു സ്കൂൾ ആഫ്റ്റർ ഹോളിഡേയ്സ്. സാധാരണയായി ഡാനിക്ക് ഹോളിഡേയ്സിന് ശേഷം സ്കൂളിൽ തിരികെ പോകാൻ താല്പര്യമുണ്ടാവാറില്ല. ബട്ട് ദിസ് ടൈം ഹി വാസ് ഈഗർ ടു റീച്ച് സ്കൂൾ. പക്ഷേ ഇത്തവണ സ്കൂളിൽ എത്താൻ അവന് താല്പര്യമുണ്ട്. അത് ഇവിടെ ഒരു ചോദ്യമുണ്ട്. വൈ ഈസ് ഡാനി ഈഗർ ടു ഗോ ടു സ്കൂൾ? എന്തുകൊണ്ടാണ് ഡാനിക്ക് ഇപ്പോൾ സ്കൂളിൽ പോകാൻ താല്പര്യം? നമുക്ക് കഥാഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകും. ദ സ്കൂൾ റീ ഓപ്പൺ ആഫ്റ്റർ ദ ഹോളിഡേയ്സ്. ക്രിസ്മസ് എക്സാം അല്ലെ ക്രിസ്മസ് അവധിക്ക് ശേഷം സ്കൂള് തുറന്നു. ഡാനി റീച്ച് ദ സ്കൂൾ ഇൻ ഹിസ് ന്യൂ വീൽ ചെയർ. ഡാനി സ്കൂളിലെത്തി അവൻ്റെ എന്തിലാണ്, പുതിയ വീൽ ചെയറിൽ. അപ്പോൾ ഡാനി എന്ന് പറയുന്ന കുട്ടി ഒരു കാല് സുഖമില്ലാത്ത കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവന് നടക്കാൻ കഴിയില്ല, വീൽ ചെയറിൽ ഇരിക്കുന്ന കുട്ടിയാണ്. ഹൈ ഡാനി, ഹാവ് യു ഗോട്ട് എ വീൽ ചെയർ? ഹൈ ഡാനി, നിനക്ക് വീൽ ചെയർ കിട്ടിയോ? ഹു ഗേവ് യു ദിസ്? നിനക്കിത് ആരാണ് വാങ്ങി തന്നത്? ചിൽഡ്രൻ ഗേതേർഡ് അറൗണ്ട് ഡാനി ആൻഡ് ഹിസ് വീൽ ചെയർ. കുട്ടികൾ അവൻ്റെ വീൽ ചെയറിന് ചുറ്റും വന്നു. ദിസ് ഈസ് നൈസ്. ഇത് കാണാൻ കൊള്ളാം. ബ്യൂട്ടിഫുൾ, മനോഹരമായിരിക്കുന്നു. ഹൗ ക്യൂട്ട്, എന്തു മനോഹരം. ദേ ടച്ച് ദ വീൽ ചെയർ ആൻഡ് സെഡ്. അവർ വീൽ ചെയറിൽ തൊട്ടിട്ട് പറഞ്ഞു. വൈ ആർ ദ ചിൽഡ്രൻ ക്യൂരിയസ്? എന്തുകൊണ്ടാണ് കുട്ടികൾ ആകാംക്ഷഭരിതരായത്? ബിക്കോസ് ദ ചിൽഡ്രൻ സോ ഹീസ് ന്യൂ വീൽ ചെയർ. കുട്ടികൾ അവൻ്റെ പുതിയ വീൽ ചെയർ കണ്ടിട്ടാണ്. ദ ബെൽ റാങ്. ചിൽഡ്രൻ സ്റ്റാർട്ടഡ് വാക്കിംഗ് ടു ദെയർ ക്ലാസ്സസ്. ബെല്ലടിച്ചപ്പോൾ കുട്ടികൾ അവരുടെ ക്ലാസ്സുകളിൽ പോകാൻ തുടങ്ങി. ഡാനി, വി ആർ ഗോയിങ് അപ് സ്റ്റെയേഴ്സ്. ഡാനി, ഞങ്ങൾ മുകളിൽ പോകുന്നു. ദെയർ ഈസ് എ മാജിക് ഷോ. അവിടെ മാജിക് ഷോ ഉണ്ട്. മാജിക് ഷോ? ഡാനി ആസ്ക്. മാജിക് ഷോ? ഡാനി ചോദിച്ചു. യെസ്, ദ ഡീറ്റെയിൽസ് ആർ ഓൺ ദ നോട്ടീസ് ബോർഡ്. അതെ, ദ മാജിക് ഷോയുടെ ഡീറ്റെയിൽസ് നോട്ടീസ് ബോർഡിൽ ഉണ്ട്. ദ റൺ അപ് സ്റ്റെയേഴ്സ്. അവർ മുകളിലേക്ക് ഓടി. ഡാനി സോ എ നോട്ടീസ് ബോർഡ് ഓൺ ദ വാൾ. WALL, വാൾ. വാൾ എന്ന് പറഞ്ഞാൽ ചുവർ. ചുവരിലെ ഡാനി നോട്ടീസ് ഒട്ടിച്ചിരിക്കുന്നത് കണ്ടു. വിൽ ഡാനി ഗോ ടു സീ ദ മാജിക് ഷോ? മാജിക് ഷോ കാണാൻ ഡാനി പോകുമോ? നോക്കാം. ഈ ചിത്രത്തിൽ കാണുന്നതാണ് നോട്ടീസ് ബോർഡ്. ഡാനി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിലെന്താ എഴുതിയിരിക്കുന്നത്? എൻജോയ് ദ ഫൺ മാജിക് ഷോ ഓൺ 2nd January അറ്റ് സ്കൂൾ ഓഡിറ്റോറിയം. ഓഡിറ്റോറിയത്തിൽ വച്ചാണ് നടക്കുന്നത്. എന്നാണ് ഡേറ്റ്? എന്നാൽ 2nd January അല്ലേ? ദ മാജിക് ഷോ ഈസ് ഓൺ ദ നെക്സ്റ്റ് ഫ്ലോർ, ഡാനി തോട്ട്. മാജിക് ഷോ അടുത്ത നിലയിലാണ്. ഡാനി തോട്ട്, ചിന്തിച്ചു. ഐ വുഡ് ലൈക്ക് ടു വാച്ച് ഇറ്റ്. എനിക്ക് മാജിക് ഷോ കാണാൻ എന്തുണ്ട്, ആഗ്രഹമുണ്ട്. ബട്ട് ഹൗ ക്യാൻ ഐ റീച്ച് ദെയർ? പക്ഷെ എനിക്ക് എങ്ങനെ അവിടെ ചെല്ലാൻ പറ്റും? ഹി ഫെൽറ്റ് സാഡ്. അവന് വിഷമം തോന്നി. വൈ ഈസ് ഡാനി സാഡ്? എന്തുകൊണ്ടാണ് ഡാനിക്ക് വിഷമം തോന്നിയത്? ബിക്കോസ് ഹി കാൺ ഗോ ടു ദ മാജിക് ഷോ. അവന് മാജിക് ഷോയ്ക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട്. ഡാനി വാസ് എലോൺ ഇൻ ദ ക്ലാസ്. ഡാനി ക്ലാസ്സിൽ ഒറ്റയ്ക്കായി. എലോൺ, ഒറ്റയ്ക്ക്. ഹി വാസ് സാഡ്. അവൻ ദുഃഖിതനായിരുന്നു. റോബോ നോട്ടീസ് ഇറ്റ്. റോബോ ഇത് ശ്രദ്ധിച്ചു. ഹേ ഡാനി, വൈ ആർ യു ഗ്ലൂമി? ഹേ ഡാനി, നീ എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? റോബോ ആസ്ക്. റോബോ ചോദിച്ചു. ഐ വാണ്ട് ടു വാച്ച് ദ മാജിക് ഷോ. എനിക്ക് മാജിക് ഷോ കാണണം. ബട്ട് ഐ കാൺട്ട് ക്ലൈംബ് ദ സ്റ്റെയേഴ്സ്. പക്ഷേ എനിക്ക് സ്റ്റെയേഴ്സ് കയറാൻ കഴിയില്ല. ജസ്റ്റ് എ മിനിറ്റ്. ഒരു മിനിറ്റ്. സെഡ് റോബോ. റോബോ പറഞ്ഞു. ചോദ്യം നോക്കാം. ഹൗ വിൽ റോബോ ഹെൽപ്പ് ഡാനി? എങ്ങനെ റോബോ ഡാനിയെ ഹെൽപ്പ് ചെയ്യും? നോക്കാം. ഈ ചിത്രത്തിൽ നോക്കിയേ, ഡാനിയുടെ വീൽ ചെയർ എങ്ങനെയായി? സ്റ്റെപ്പിലൂടെ കയറാൻ പറ്റുന്ന ഒരു വീലുകളായിട്ട് മാറിയല്ലേ? സിറ്റ് ഓൺ മീ. എൻ്റെ മേലിരിക്കൂ.
ബേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സൗണ്ടാണ് കേട്ടോ. എന്ന് ബേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് പെട്ടെന്ന് മാറുന്ന ഒരു സൗണ്ടാണ് കേട്ടോ. വീല് ചേഞ്ച് ആവുന്ന സൗണ്ട്. റോബോസ് വീൽസ് ടേൺ ഇൻ ടു എ ചെയിൻ വീൽസ്. റോബോയുടെ വീലുകൾ പെട്ടെന്ന് എന്തായി, ചെയിൻ പോലുള്ള വീലുകളായി മാറി. ആ ചിത്രത്തിൽ നമ്മൾ കണ്ടില്ലേ, അതുപോലെ. ദ വീൽസ് സ്റ്റാർട്ടഡ് റോളിംഗ് അപ്പ് ദ സ്റ്റെയേഴ്സ്. വീലുകൾ ഉരുണ്ടുരുണ്ട് സ്റ്റെപ്പുകൾ കയറാൻ തുടങ്ങി. ഇൻ എ മിനിറ്റ്, ഒരു മിനിറ്റിൽ ഡാനി റീച്ച് ദ ഫസ്റ്റ് ഫ്ലോർ. ഡാനി ഒന്നാമത്തെ നിലയിൽ എത്തി. ഹി വാസ് എക്സൈറ്റഡ്. താങ്ക് യു വെരി മച്ച് റോബോ. റോബോയ്ക്ക് നന്ദി പറഞ്ഞു, വളരെയധികം നന്ദി എന്ന് പറഞ്ഞു. ഐ ആം ഓൺ ദിസ് ഫ്ലോർ ഫോർ ദ ഫസ്റ്റ് ടൈം, ഡാനി സെഡ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ നിലയിൽ വരുന്നത് എന്ന് ഡാനി പറഞ്ഞു. ഇവിടെ ഒരു ചോദ്യമുണ്ട്, നോക്കാം. വിൽ ദ ഫ്രണ്ട്സ് സീ ഡാനി ക്ലൈംബിങ് അപ്പ്? ഡാനി മുകളിൽ വന്നത് കൂട്ടുകാർ കാണുമോ? വാട്ട് വിൽ ദേ സേ? അവർ എന്താ പറയുക? ഹേ ഡാനി, ഹൗ ഡിഡ് യു കം ഹിയർ? നീ എങ്ങനെ ഇവിടെ വന്നു? ദ ചിൽഡ്രൻ ആസ്ക്ഡ്. കുട്ടികൾ ചോദിച്ചു. മൈ റോബോ ടുക്ക് മീ ഹിയർ, സെഡ് ഡാനി. എൻ്റെ റോബോ എന്നെ ഇവിടെ കൊണ്ടുവന്നു എന്ന് ഡാനി പറഞ്ഞു. റോബോ, ബട്ട് ഹൗ? റോബോ, പക്ഷെ എങ്ങനെ? ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ വീൽ ചെയർ. ഇതൊരു വീൽ ചെയർ മാത്രമല്ല. ദിസ് ഈസ് എ റോബോട്ട്. ഇതൊരു റോബോട്ടാണ്. ഡാനി സെഡ്. ഡാനി പറഞ്ഞു. ഹി ക്യാൻ സ്പീക്ക് ടു. അവന് സംസാരിക്കാനും കഴിയും. ഹലോ ഫ്രണ്ട്സ്, ഐ ആം റോബോ. അങ്ങനെ അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, ഹലോ കൂട്ടുകാരെ എന്ന് റോബോ സ്വയം പരിചയപ്പെടുത്തുകയാണ്. റോബോ വേവ്ഡ് ഈറ്റ്സ് ഹാൻഡ്. റോബോ എന്നിട്ട് അവൻ്റെ കൈകൾ എന്ത് ചെയ്തു? വീശി. അടുത്ത ചോദ്യം നോക്കൂ ഇതിലുള്ളത്. ഹാവ് യു എവർ സീൻ എ സ്പീക്കിംഗ് റോബോട്ട്? നിങ്ങൾ നേരിട്ട് എപ്പോഴെങ്കിലും സംസാരിക്കുന്ന റോബോട്ട് കണ്ടിട്ടുണ്ടോ? ഡാനി ആൻഡ് റോബോ ഹേർഡ് എ ലൗഡ് നോയിസ് ഫ്രം ദ ഗ്രൗണ്ട്. ഡാനിയും റോബോയും ഒരു വലിയ ശബ്ദം ഗ്രൗണ്ടിൽ നിന്ന് കേട്ടു. ദേ സോ സം ചിൽഡ്രൻ ലുക്കിംഗ് അപ്പ് അറ്റ് ദ ബിൽഡിംഗ് ടോപ്പ്. കുറച്ച് കുട്ടികൾ കെട്ടിടത്തിന് മുകളിൽ എന്താണ് നോക്കുന്നത് അവർ കണ്ടു. അവർ ക്രിക്കറ്റ് ബോൾ ഫെൽ ഓൺ ദ സൺഷെയ്ഡ്. ഞങ്ങളുടെ ക്രിക്കറ്റ് ബോൾ എന്താണ് സൺഷെയ്ഡിൽ വീണു എന്ന് ദ ചിൽഡ്രൻ സെഡ്. കുട്ടികൾ പറഞ്ഞു. അവിടെയുള്ള ചോദ്യം നോക്കൂ. ഹൗ വിൽ ദേ ടേക്ക് ദ ബോൾ? അവർ എങ്ങനെ ബോൾ എടുക്കും? നോക്കാം. റോബോ, ക്യാൻ യു ഹെൽപ്പ് ദം? റോബോ, നിനക്ക് അവരെ സഹായിക്കാൻ കഴിയുമോ? ഡാനി ലുക്ക് അറ്റ് റോബോ വിത്ത് എ സ്മൈൽ. ഡാനി പുഞ്ചിരിയോടെ റോബോയെ നോക്കി. ജസ്റ്റ് എ മിനിറ്റ്, ഒരു മിനിറ്റിൽ. വേർ റോബോ റൈറ്റ് ഹാൻഡ് ഗ്രൂ ലോങ്. റോബോയുടെ വലത്തെ കൈ നീണ്ട് വന്നു. ഹി ടുക്ക് ദ ബോൾ ഫ്രം ദ സൺഷെയ്ഡ്. അവൻ സൺഷെയ്ഡിൽ നിന്ന് ബോൾ എടുത്തു. ആൻഡ് ത്രൂ ഇറ്റ് ടു ദ ചിൽഡ്രൻ. എന്നിട്ട് എന്ത് ചെയ്തു? കുട്ടികൾക്ക് അത് എറിഞ്ഞു കൊടുത്തു. ഹിയർ ഈസ് യുവർ ബോൾ. ഇതാ നിങ്ങളുടെ ബോൾ. വാവ് റോബോ, യു ആർ അവർ ഹീറോ. റോബോ, നീ ഞങ്ങളുടെ ഹീറോയാണ്. ദ ചിൽഡ്രൻ ക്ലാപ്ഡ് ദെയർ ഹാൻഡ്സ്. കുട്ടികൾ അവരുടെ കൈകൾ അടിച്ചു, അതായത് ക്ലാപ്പ് ചെയ്തു. കണ്ടോ ചിത്രത്തിൽ റോബോയുടെ കൈ നീണ്ടുപോയി സൺഷെയ്ഡിൽ നിന്ന് ബോൾ എടുക്കുന്നത്. ഇനി താഴെ ഒരു ചോദ്യമുണ്ട്, നോക്കിയേ. ഇഫ് യു ഗെറ്റ് എ റോബോട്ട്, നിങ്ങൾക്കൊരു റോബോട്ട് കിട്ടുകയാണെങ്കിൽ വാട്ട് ഹെൽപ്പ് വിൽ യു ആസ്ക് ഹിം ഫസ്റ്റ്? നിങ്ങൾ എന്ത് സഹായമാണ് ആദ്യം ചോദിക്കുക? റോബോ ഹെൽപ്ഡ് ഡാനി ഇൻ ഡൂയിങ് മെനി തിങ്സ്. പല കാര്യങ്ങൾ ചെയ്യുന്നതിന് റോബോ ഡാനിയെ എന്ത് ചെയ്തു? ഹെൽപ്പ് ചെയ്തു. ഹി ടുക്ക് ഡാനി ടു ദ സ്കൂൾ, ഹോസ്പിറ്റൽ, മാർക്കറ്റ് ആൻഡ് എവരിവെയർ. റോബോ ഡാനിയെ സ്കൂളിലും ഹോസ്പിറ്റലിലും ചന്തയിലും പല സ്ഥലങ്ങളിൽ എല്ലായിടത്തും കൊണ്ടുപോയി അല്ലേ. വൺ ഈവനിങ്, ഒരു വൈകുന്നേരം, ഡാനി വാണ്ടഡ് ടു ഗോ ടു എ ഹിൽ ടോപ്പ്. ഒരു വൈകുന്നേരത്തെ ഡാനി ഹിൽ ടോപ്പിലേക്ക്, മലമുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആരോടാണ്? റോബോയോട് ആവശ്യപ്പെട്ടു. ചോദ്യം നോക്കൂ. ഹൗ വിൽ റോബോ ഹെൽപ്പ് ഡാനി? എങ്ങനെ റോബോ ഡാനിയെ ഹെൽപ്പ് ചെയ്യും? നമുക്ക് നോക്കാം. ജസ്റ്റ് എ മിനിറ്റ്, റോബോ സെഡ്. ഒരു മിനിറ്റ്, റോബോ പറഞ്ഞു. സൂപ്പ് സൂപ്പ് സൂപ്പ്. ടു വിങ്സ് പോപ്ഡ് ഔട്ട് ഫ്രം ഇറ്റ്സ് സൈഡ്സ്. രണ്ടു ചിറകുകൾ, വിങ്സ് ചിറകുകൾ,
2 വശങ്ങളിൽ നിന്ന് പുറത്തു വന്നു. ക്ലൈം ഓൺ മൈ ബാക്ക്, എൻ്റെ പുറകിൽ കയറൂ. സെഡ് റോബോ, റോബോ പറഞ്ഞു. ഹോൾഡ് ഓൺ ടു മീ ടൈറ്റ്, എന്നെ മുറുകെ ടൈറ്റായിട്ട് പിടിക്കൂ. ഹിയർ വി ഗോ, നമുക്ക് പോകാം. സൂം, റോബോ ഫ്ലൂ അപ്പ് വിത്ത് ഡാനി, റോബോ ഡാനിയെയും കൊണ്ട് മുകളിലേക്ക് പറന്നു. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ കണ്ടോ, ഡാനി പുറത്ത് കയറിയിരിക്കുന്നു, റോബോ പറന്നു പോകുന്നത്. അടുത്ത ഒരു ചോദ്യമുണ്ട്. വാട്ട് തിങ്സ് വിൽ ഡാനി സീ ഇൻ ഹിസ് ജേർണി, എന്തെല്ലാം കാഴ്ചകളാണ് അവൻ്റെ യാത്രയിൽ കാണുന്നത് നോക്കാം. റോബോ ആൻഡ് ഡാനി ഫ്ലൂ എബോവ് ദ ട്രീ ടോപ്സ് ആൻഡ് ഹൗസസ്, റോബോയും ഡാനിയും മരത്തിൻ്റെ മുകളിലൂടെയും വീടുകളുടെ മുകളിലൂടെയും പറന്നു. പീപ്പിൾ വെയർ മൂവിങ് ലൈക്ക് സ്മോൾ ആൻഡ്സ്, ജനങ്ങൾ മൂവ് ചെയ്യുന്നത് കാണാൻ ചെറിയ ഉറുമ്പുകളെ പോലെ തോന്നി. ഇവർ മുകളിലൂടെ പറന്നപ്പോൾ ആണ് ഇവർക്ക് ഇങ്ങനെ തോന്നിയത്. ജനങ്ങൾ ഇങ്ങനെ ചലിക്കുന്നത് എന്താണ്, ചെറിയ ഉറുമ്പ് പോലെയാണ് അവർക്ക് തോന്നിയത്. വി ആർ ഓൺ ദ ഹിൽ ടോപ്പ്, നമ്മളിപ്പോൾ മലയുടെ മുകളിലാണ്. സെഡ് റോബോ, റോബോ പറഞ്ഞു. ഹി ഫ്ലൂ ഡൗൺ സ്ലോലി, അവൻ പതുക്കെ താഴേക്ക് പറന്നു. ദേ സാറ്റ് ഓൺ എ സ്മാൾ റോക്ക് ദെയർ, അവിടെ കണ്ട ഒരു ചെറിയ പാറയുടെ പുറത്ത് അവർ ഇരുന്നു. ചോദ്യം നോക്കാം. വാട്ട് വിൽ ഡാനി ആൻഡ് റോബോ സീ ദെയർ, ഡാനിയും റോബോയും എന്താണ് അവിടെ കാണുക നോക്കാം. ദ സൺ ലുക്ക്ഡ് ലൈക്ക് എ ബിഗ് റെഡ് ബോൾ, സൂര്യൻ ഒരു വലിയ ചുവന്ന ബോൾ പോലെ കാണുന്നു. ബേർഡ്സ് വെയർ ഫ്ലൈയിങ് ഇൻ ദ ഓറഞ്ച് സ്കൈ, ഓറഞ്ച് ആകാശത്ത് പക്ഷികൾ പറക്കുന്നു. ഓ അമേസിങ് എക്സ്ക്ലൈംഡ് ഡാനി. ദ റെഡ് ഗ്ലോ ഫ്രം ദ സൺ ഫെൽ ഓൺ ഹിം, ചുവന്ന വെളിച്ചം അവൻ്റെ മേലെ വീണു. ദ സൺ ടച്ച് ദ സീ, സൂര്യൻ കടലിനെ തൊട്ടു. ഇറ്റ് സ്ലോലി വെന്റ് ഡൗൺ, അത് പതുക്കെ കടലിലേക്ക് താണുപോയി. ഡാനി ഹഗ്ഡ് റോബോ ആൻഡ് സെഡ്, ഡാനി റോബോയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു. റോബോ ഡിയർ, ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് ഈവനിങ് ഇൻ മൈ ലൈഫ്, ഞാൻ ഒരിക്കലും ഈ വൈകുന്നേരം ഞാൻ എൻ്റെ ലൈഫിൽ ജീവിതത്തിൽ മറക്കില്ല. ഒരു ചോദ്യമുണ്ട് നോക്കാം. ഡു യു ഹാവ് എനി സച്ച് എക്സ്പീരിയൻസ് ഇൻ യുവർ ലൈഫ്, നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടുണ്ടോ? ഡാനി ആൻഡ് റോബോ സാറ്റ് ഓൺ ദ ഹിൽ ടോപ്പ് വാച്ചിങ് ദ ഈവനിങ് സീ, ഡാനിയും റോബോയും ഹിൽ ടോപ്പിലിരുന്ന് വൈകുന്നേര കടലിൻ്റെ കാഴ്ചകൾ കാണുകയായിരുന്നു. ഡാനി, വാട്ട് ആർ യു തിങ്കിങ്, അപ്പോൾ റോബോ ചോദിക്കുകയാണ്, ഡാനി നീ എന്താ ചിന്തിക്കുന്നത്? യു ഹാവ് വൺ മോർ വിഷ് റൈറ്റ്, നിനക്ക് ഒരാഗ്രഹം കൂടെ ഉണ്ട് അല്ലേ, ശരിയല്ലേ എന്ന് റോബോ ചോദിക്കുകയാണ് കേട്ടോ. മേ ഐ സേ ദാറ്റ്, ഞാനത് പറയണോ? ആസ്ക്ഡ് റോബോ, അത് ഞാൻ തന്നെ പറയട്ടെ എന്ന് റോബോ ചോദിച്ചു. ക്യാൻ യു, നിനക്ക് കഴിയുമോ? ആസ്ക്ഡ് ഡാനി, ഡാനി പറഞ്ഞു നിനക്ക് കഴിയുമോ എന്ന് ഡാനി ചോദിച്ചു. ലുക്ക് അറ്റ് മൈ സ്ക്രീൻ, എൻ്റെ സ്ക്രീനിൽ നോക്കൂ. ദ പിക്ചർ ഓഫ് എ ബോട്ട് സെയിലിംഗ് ഇൻ ദ സീ അപ്പിയർഡ് ഓൺ ദ സ്ക്രീൻ, ഡാനി ബോട്ടിൽ യാത്ര ചെയ്യുന്ന ഒരു ചിത്രം സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു. യു ആർ റൈറ്റ് റോബോ, അത് ശരിയാണ് റോബോ. റോബോ സ്ക്രീനിൽ കാണിച്ച പിക്ചർ ശരിയാണെന്ന് ആര് പറഞ്ഞു? ഡാനി റോബോയോട് പറഞ്ഞു. ചോദ്യം നോക്കൂ. വേർ വിൽ റോബോ ടേക്ക് ഡാനി, ഇനി എങ്ങോട്ട് റോബോ ഡാനിയെ കൊണ്ടുപോകും? ഗെറ്റ് അപ്പ്, ക്ലൈംബ് ഓൺ മൈ ബാക്ക് സെഡ് റോബോ, എനിക്കു എൻ്റെ ബാക്കിൽ കയറുക എന്ന് റോബോ പറഞ്ഞു. ഇൻ എ മിനിറ്റ്, ഒരു മിനിറ്റിൽ ദ റീച്ച് ദ സീഷോർ, ഒരു മിനിറ്റിൽ അവരെവിടെ എത്തിച്ചേർന്നു? കടൽ തീരത്ത് എത്തിച്ചേർന്നു. ബേർ ബേർ, റോബോ ചേഞ്ച്ഡ് ഹിംസെൽഫ് ഇൻ ടു എ ബോട്ട്, അങ്ങനെ റോബോ എന്തായിട്ട് മാറി? ഒരു ബോട്ടായിട്ട് അവൻ മാറി. ദ ബോട്ട് ലോഞ്ച്ഡ് ഇൻ ടു ദ സീ, ബോട്ട് കടലിലേക്ക് ഇറങ്ങി. ലോഞ്ച്ഡ്, ഇറങ്ങി. ഇറ്റ് സൂംഡ് ഓവർ ദ സീ സ്പ്ലാഷിംഗ് വാട്ടർ അറൗണ്ട്, ഇതെന്താണ്? ഈ ബോട്ട് വെള്ളം ചുറ്റും തെറിപ്പിച്ചുകൊണ്ട് കടലിന് മേളിൽ ഇങ്ങനെ പോവുകയാണ്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. വേർ ആർ ദേ ഗോയിങ് നൗ, ഇപ്പോൾ അവർ എവിടേക്കാണ് പോകുന്നത്? ബീപ് ബീപ്, സഡൻലി റോബോസ് ലൈറ്റ് സ്റ്റാർട്ടഡ് ബ്ലിങ്കിങ്, പെട്ടെന്ന് ബീപ് ബീപ് എന്ന സൗണ്ട് കേട്ട് റോബോയുടെ ലൈറ്റ് എന്താണ്? ലൈറ്റ്സുകൾ
ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി, മിന്നി അണയാൻ തുടങ്ങി. റോബോ, വാട്ട്സ് ഹാപ്പനിങ്? റോബോ, നിനക്ക് എന്താ സംഭവിക്കുന്നത്? ഡാനി ആസ്ക്ഡ്. ഡാനി ചോദിച്ചു. ഹി ഫെൽറ്റ് എ ജോൾട്ട് ഇൻ ദ ബോട്ട്. അവന് ബോട്ടിനൊരു കുലുക്കം, ജോൾട്ട്, കുലുക്കം തോന്നാൻ തുടങ്ങി. ചോദ്യം നോക്കൂ. വാട്ട് ഡസ് ദാറ്റ് ബീപ്പ് സൗണ്ട് മീൻ? ആ ബീപ്പ് സൗണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നോക്കാം. ബീപ്പ് ബീപ്പ്. ഡാനി ഹിയർഡ് എ ബീപ്പിംഗ് സൗണ്ട്. ഡാനി ഒരു ബീപ്പിംഗ് സൗണ്ട് കേട്ടു. റോബോ, വാട്ട് ഹാപ്പൻഡ്? റോബോ, നിനക്ക് എന്ത് സംഭവിച്ചു? ഡാനി ആസ്ക്ഡ്. ഡാനി ചോദിച്ചു. ഹി ഡിഡിൻറ്റ് ആൻസർ. അവൻ ഉത്തരം നൽകിയില്ല. റോബോ ഉത്തരം നൽകിയില്ല. ദ ബോട്ട് ടേൺ ആൻഡ് സെയിൽഡ് ബാക്ക് ടു ദ ഷോർ. ബോട്ട് കടലിൻ്റെ തീരത്തേക്ക് തിരിച്ചു. ഐ ആം ടയേർഡ് സെഡ് റോബോ. ഞാൻ ക്ഷീണിച്ചു, റോബോ പറഞ്ഞു. ഡാനി ഗോട്ട് ഡൗൺ. ഡാനി അതിൻ്റെ പുറത്ത് നിന്ന് ഇറങ്ങി. റോബോ ബിഗെയിം ദ റോബോട്ട് എഗെയിൻ. റോബോ വീണ്ടും എന്തോട്ടായി മാറി? റോബോട്ടായി മാറി. റോബോ ഇപ്പം ബോട്ടായിരുന്നു, അത് തിരിച്ച് എന്തായി? റോബോട്ടായിട്ട് മാറി. ഡാനി സോ എ മെസ്സേജ് ഓൺ റോബോസ് സ്ക്രീൻ. ഡാനി റോബോയുടെ സ്ക്രീനിൽ ഒരു മെസ്സേജ് കണ്ടു. എന്ത് മെസ്സേജാണ്? ബാറ്ററി ലോ എന്ന മെസ്സേജ്. സിയ വാസ് തിങ്കിങ് അബൌട്ട് റോബോ. സിയ എന്ന് പറഞ്ഞാൽ ആരാ? ഡാനിയുടെ അനിയത്തിയാണ് സിയ. സിയ റോബോയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. സഡൻലി സിയ ഹിയർഡ് എ ബീപ്പിംഗ് സൗണ്ട് ഫ്രം ഹർ മദേഴ്സ് മൊബൈൽ ഫോൺ. പെട്ടെന്ന് സിയ അവളുടെ അമ്മയുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഒരു ബീപ്പിംഗ് സൗണ്ട് കേട്ടു കേട്ടോ. അതായത് സിയയുടെ അമ്മയുടെ മൊബൈൽ റോബോട്ടുമായിട്ട് കണക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റോബോ ഈസ് ഇൻ ഡേഞ്ചർ. റോബോ ഈസ് ഇൻ ഡേഞ്ചർ എന്നുള്ള ഒരു ശബ്ദമാണ് മൊബൈലിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. റോബോ അപകടത്തിൽ എന്നുള്ള ഒരു ശബ്ദം അമ്മയുടെ ഫോണിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു. എ വോയിസ് ഈസ് ഓൾസോ ഹിയർഡ് ഫ്രം ദ ഫോൺ. ഈ വോയിസ് എവിടെ നിന്നാണ് കേട്ടോ? ഫോണിൽ നിന്നാണ് കേട്ടത്. വാട്ട് വിൽ സിയ ഡു നൗ? സിയ ഇനി എന്ത് ചെയ്യും നോക്കാം. മോം, ഡാഡ്, റോബോ ഈസ് ഇൻ ട്രബിൾ. മോം, ഡാഡ്, റോബോയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. ഹർ മദർ ചെക്ക് ദ ഫോൺ ആൻഡ് സെഡ്. അവളുടെ അമ്മ ഫോൺ ചെക്ക് ചെയ്ത് പറഞ്ഞു. യു ആർ റൈറ്റ്. നീ പറഞ്ഞത് ശരിയാണ് സിയ. റോബോസ് ബാറ്ററി ഈസ് ലോ. റോബോയുടെ ബാറ്ററി എന്താണ്? ഇപ്പോൾ ലോയാണ്. വെയർ ഈസ് ഹീ നൗ? സിയ ആസ്ക്ഡ്. അവനിപ്പോൾ എവിടെയാണ്? സിയ ചോദിച്ചു. ലുക്ക്, റോബോ ഈസ് അറ്റ് ദ സീഷോർ നൗ. റോബോ ഇപ്പോൾ കടൽത്തീരത്തുണ്ട്. ഡാഡ് സെഡ്. ഡാഡ് പറഞ്ഞു. ലുക്കിംഗ് അറ്റ് ദ ഫോൺ സ്ക്രീൻ. ഫോണിൻ്റെ സ്ക്രീൻ നോക്കി ഡാഡ് പറഞ്ഞു. അത് ചോദ്യം നോക്കൂ. വാട്ട് വിൽ ദേ ഡു നൗ? ഇനി അവർ എന്തു ചെയ്യും നോക്കാം. സിയ ആൻഡ് ഹർ പാരൻസ് ഹറീഡ് ടു ദ സീഷോർ. സിയയും അവളുടെ പാരൻസും ധൃതിയിൽ കടൽത്തീരത്തേക്ക് പോയി. ഡാനി വാസ് ക്രൈയിങ്. ഡാനി കരയുകയായിരുന്നു. റോബോ വാസ് ലൈയിങ് സ്റ്റിൽ. റോബോ അനങ്ങാതെ കിടക്കുന്നു. സിയ റാൻ അപ്പ് ടു റോബോ ആൻഡ് ഹഗ്ഡ് ഹിം. സിയ റോബോയുടെ അടുത്ത് ഓടിപ്പോയിട്ട് എന്ത് ചെയ്തു? അവനെ ഹഗ് ചെയ്തു. ഡോണ്ട് വറി, വിഷമിക്കേണ്ട, വി ക്യാൻ ചാർജ് റോബോ സൂൺ. നമുക്ക് പെട്ടെന്ന് റോബോയെ ചാർജ് ചെയ്യാം. ഹർ ഫാദർ സെഡ്. അവളുടെ അച്ഛൻ പറഞ്ഞു. ഇവിടെ ഒരു ചോദ്യമുണ്ട് നോക്കൂ. ഹൗ വിൽ ദേ ചാർജ് റോബോ? എങ്ങനെ അവർ റോബോയെ ചാർജ് ചെയ്യും നോക്കാം. സിയാസ് ഫാദർ കണക്റ്റഡ് ദ ചാർജർ ടു ഹിസ് കാർ. ചാർജ് കാറിൽ നിന്ന് റോബോട്ടിലേക്ക് സിയയുടെ ഫാദർ കണക്ട് ചെയ്തു. ആൻഡ് ദേ വെയിറ്റഡ് ദെയർ. എന്നിട്ട് അവർ അവിടെ വെയിറ്റ് ചെയ്തു. ചാർജിങ് കംപ്ലീറ്റ്. ചാർജ് പൂർത്തിയായി. റോബോ സ്ക്രീൻ ബ്ലിങ്ക്ഡ്. റോബോയുടെ സ്ക്രീന് മിന്നാൻ തുടങ്ങി. ഹൈ, ഐ ആം ഓൾ റൈറ്റ് സെഡ് റോബോ. ഞാൻ ഓക്കെ ആണെന്ന് റോബോ പറഞ്ഞു. സിയാസ് ഫാദർ ഡ്രോവ് ഡാനി ആൻഡ് റോബോ ബാക്ക് ടു ദെയർ ഹോം. സിയയുടെ ഫാദർ എന്ത് ചെയ്തു? ഇവരെയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് പോയി. ഹൈ, വി ആർ ബാക്ക് ഹോം. ഹായ്, ഞങ്ങൾ വീട്ടിൽ വന്നു എന്ന് സെഡ് റോബോ ആൻഡ് ഡാനി. റോബോയും ഡാനിയും പറഞ്ഞു. താങ്ക് യു സിയ. നന്ദി സിയ. ഡാനി സ്മൈൽഡ് അറ്റ് ഹർ താങ്ക്ഫുള്ളി. ഡാനി നന്ദിയോടെ പുഞ്ചിരിച്ചു. ഇതോടുകൂടി ഈ കഥാഭാഗം അവസാനിച്ചു. ഇനി ഒരു പാട്ടുണ്ട്, അതുകൂടി നോക്കാം. ലെറ്റ്സ് സിംഗ്. നമുക്ക് പാടാം. ഫ്രണ്ട്സ് ഫോർ എവർ. എന്നെന്നും കൂട്ടുകാർ. യു ആർ മൈ ഫ്രണ്ട് ബെസ്റ്റ് ആൻഡ് ട്രൂ. നീ എൻ്റെ ഏറ്റവും നല്ല വിശ്വസ്തനായ കൂട്ടുകാരനാണ്. ഈവൻ വെൻ ഐ ആം ഫാർ ഫ്രം യു. നിന്നിൽ നിന്ന് ഞാൻ അകലെ ആയിരിക്കുമ്പോൾ പോലും. വെൻ ഐ നീഡ് ഹെൽപ്പ് യു ആർ ദെയർ. എനിക്കൊരു സഹായം വേണമെന്ന് വരുമ്പോൾ നീ അവിടെ ഉണ്ടാകും.
ട്രീറ്റിംഗ് മീ വിത്ത് ലവ് ആൻഡ് കെയർ. സ്നേഹത്തോടും കരുതലോടും കൂടിയാണ് നീ എന്നോട് ഇടപഴകുന്നത്. യു ആർ ഓൾവേസ് ക്ലോസ് ആൻഡ് കൈൻഡ്. എപ്പോഴും എനിക്ക് അരികിലുണ്ട്, അതീവ ദയയുള്ളവനുമാണ്. കീപ്പിംഗ് മീ എവർ ഇൻ യുവർ മൈൻഡ്. മനസ്സിലെപ്പോഴും എനിക്കൊരു സ്ഥാനം ഉണ്ട്. എ ഫ്രണ്ട് ലൈക്ക് യു ഈസ് സച്ച് എ ട്രഷർ. നിന്നെപ്പോലൊരു കൂട്ടുകാരന് ലഭിക്കുന്നത് ഒരു വലിയ നിധിയാണ്. ബീയിങ് വിത്ത് യു ഈസ് എ പ്ലഷർ. നിന്റെ കൂടെയായിരിക്കുന്നത് എനിക്ക് വലിയ സന്തോഷം നൽകുന്നു. വീണ്ടും കാണാം. നന്ദി.